ഇതൊക്കെയാണ് അറിയാമോ? കുറച്ചൊക്കെ അറിയാം. ഇത് ഫുള്ളായിട്ട് അറിയില്ലെങ്കിലും നമുക്ക് ഏതാണ്ട്. അച്ഛൻ എന്താ അതിനകത്ത് തോന്നുന്നത്? മകൾ, അതായത് മരുമകൾ മകനെ നന്നാക്കി എടുക്കുമെന്നുള്ളൊരു വിശ്വാസം അച്ഛനുണ്ടോ? അച്ഛൻ ആക്ച്വലി എല്ലാരും ഇപ്പോ കുറച്ചെങ്കിലും എന്താ പറയാ ദേഷ്യം തോന്നുന്ന ഒരു ക്യാരക്ടർ അച്ഛൻ്റെതാണ്. ബിക്കോസ് അച്ഛൻ എപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാരെയും ഭയങ്കര ഞാൻ കർക്കശക്കാരനായ ഒരു അച്ഛനൊന്നുമല്ല. എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്നത് മക്കളും നന്നായി കാണാനാണ്. എല്ലാ മക്കളെല്ലാം പഠിച്ചു പല വഴിക്ക് പോയി. ഇളയ മകനായിരുന്നു ആയുണ്ടായിരുന്ന പ്രതീക്ഷ വിക്രം, അവനും ഇങ്ങനെയായി. കല്യാണം കഴിഞ്ഞാൽ നല്ലതാവോ ഇല്ലയെന്നൊന്നും അറിഞ്ഞൂടാ. നല്ലതാവുന്നവരുമുണ്ട്, ആവാത്തവരുമുണ്ട്. വിക്രമിനെ നന്നാക്കാൻ വേദയ്ക്ക് കഴിയട്ടെ. വേദയ്ക്ക് എല്ലാവിധ ആശംസകളും. അതിന് ബൈച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല മനുഷ്യന്മാരിൽ ഒരാളാണ്. ഭയങ്കര സ്നേഹമാണ്. ഇത് ആ സെറ്റിൽ നമുക്ക് ഏറ്റവും റെസ്പെക്റ്റും ഇഷ്ടമൊക്കെ തോന്നുന്ന ഒരാളാണ്. അതേപോലെ തന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ പിന്നെ പറയണ്ട. അതായത് ഞാനിപ്പോ ഇതിൽ ചില സീനുകളൊക്കെ കാണുന്ന സമയത്ത് ഇതിലൊരു ഇപ്പോ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഒരു ഇമോഷണൽ സീനുണ്ട്. ഇത് ഞാൻ വാങ്ങിക്കൊടുത്ത ഷർട്ട് പുള്ളി ഇട്ടിട്ട് കരയുന്നൊരു സാധനമുണ്ട്. അയ്യോ ശരിക്കും ഞാൻ കരഞ്ഞു പോയി. അത് ആ സീൻ കണ്ടിട്ട് നമ്മൾ അഭിനയിക്കുന്ന സീരിയലാണെങ്കിൽ പോലും ഈ സീക്വൻസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര, ബിക്കോസ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോ അതൊന്നും കാണുന്നില്ലല്ലോ. അതൊക്കെ ഒരു ആ ആർട്ടിസ്റ്റ് മാത്രം വെച്ച് ഷൂട്ട് ചെയ്യുന്നതല്ലേ. അപ്പൊ നമ്മള് ഷൂട്ടിങ്ങിന്റെ സമയത്ത് നമ്മൾ കാണുന്നില്ല, നമ്മളും കാണുന്ന സ്ക്രീനിലാണ്. അപ്പൊ ആ പെർഫോമൻസ് ഒക്കെ കാണുമ്പോ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇതാ, എല്ലാവർക്കും കുറച്ചെങ്കിലും ദേഷ്യം തോന്നുന്ന ഇദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ കൂടെയാണ്. ബട്ട് സത്യം പറഞ്ഞ പുള്ളിക്ക് മോൻ നന്നാവണം. ആൻഡ് വേദേന്റെ ക്യാരക്ടറും മോനെ നന്നാക്കാൻ ശ്രമിച്ചിട്ട് ലൈഫ് വേസ്റ്റ് ചെയ്യരുതെന്നേ ഉള്ളൂ. അത് ആ കുട്ടി അങ്ങനെ ജീവിതം കളയേണ്ടവളല്ല എന്ന് വിചാരിച്ചാണ് ഈ ആ ക്യാരക്ടറിന്റെ കൂടെയും ദേഷ്യം കാണിക്കണേ. അത് നമ്മൾ ആ ഫുൾ പിക്ചർ കണ്ടാലേ അത് മനസ്സിലാവും. ബട്ട് ആളുടെ ഇന്ററാക്ഷൻ എപ്പോഴും എന്റെ കൂടെ ഭയങ്കര റൂഡായിട്ടാണ്. ബട്ട് ഈ കാരണം കൊണ്ടാണ്. അങ്ങനെയെങ്കിലും ആ കുട്ടി പോട്ടെ, അങ്ങനെയെങ്കിലും അവൾക്ക് നല്ല ഭാവിയുള്ള കുട്ടിയാണ്. സ്നേഹമുണ്ട്, പക്ഷെ അത് വേറെ രീതിയിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോണത്. ആക്ച്വലി വിക്രം സെയിം വേ ആണ് ശരിക്കും. ഇത് വേദയുടെ ദേഷ്യമില്ല പുള്ളിക്ക്. പക്ഷെ എങ്ങനെയെങ്കിലും ലൈഫിൽ നിന്ന് എന്റെ ലൈഫോ കൊളമായി, ഇവളും എന്റെ ലൈഫിൽ വന്നിട്ട് ഇവളും കൂടെ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും സെയിം സാധനം തന്നെയാണ് പുള്ളിയും ആലോചിക്കുന്നത്. ഇനി ഇത്രയും നേരം നമ്മൾ ഇത്ര സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്നും ഞാൻ ഇവരുടെ ഒറിജിനൽ നെയിം യൂസ് ചെയ്തിട്ടേ ഇല്ല. നമ്മൾ വേദയും വിക്രത്തിലൂടെ തന്നെ യാത്ര ചെയ്യുകയായിരുന്നു. ഇവരുടെ ഒറിജിനൽ നെയിമും നിങ്ങൾ എല്ലാവരും എപ്പോഴും വിളിക്കണത് വേതാളന്നേ വിളിക്കാറുള്ള വേദേനെ അങ്ങനെ തന്നെ വിളിച്ചിട്ടാണ് എല്ലാവരും പോണത്. അപ്പൊ ഈ വേതാളത്തിന്റെ ഒറിജിനൽ നെയിം തന്നെ പറയാം. സുരഭിയും ഈ സുന്ദരൻ നമ്മുടെ ശ്രീകാന്തുമാണ്. ഓക്കെ, അപ്പൊ ഈ വേതാളം എന്നുള്ള പേരാണ് എല്ലാ പ്രേക്ഷകരും വിളിക്കേണ്ടത് സുരഭിനെ. ശരിക്കും സുരഭി അത് എൻജോയ് ചെയ്യുന്നുണ്ട് ആ പേര്? തീർച്ചയായിട്ടും. ഞാൻ ഇപ്പം എവിടെ പോയാലും സീരിയൽ ഇറങ്ങിയ ശേഷം ഞാൻ ഏത് പബ്ലിക് സ്പോട്ടിൽ പോയാലും വേദാളം അതേ വിളിക്കുള്ളൂ. അപ്പൊ ഇപ്പൊ ഞാൻ ആ പേരിനോട് എനിക്കും അറ്റാച്ച്മെന്റ് തോന്നി തുടങ്ങി. ഞാൻ റിയാക്ട് ചെയ്യും. എന്നെ ഇപ്പൊ ഞാൻ മോളിൽ നടക്കാണ്, ആരെങ്കിലും വേദാന്ന് വിളിച്ചാൽ ഞാൻ അപ്പൊ തിരിഞ്ഞു നോക്കും. ബിക്കോസ് എനിക്ക് മനസ്സിലായി, എനിക്ക് എന്റെ ഞാനായിട്ടല്ല അവര് കാണുന്നത്. വേദ എന്ന ക്യാരക്ടറും ആ കുട്ടീന്റെ ഓരോ ക്യൂട്ട്നെസ് അതൊക്കെയാണ് അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ സീരിയലിൽ കുറച്ചു നാള് തുടങ്ങിയ സമയത്ത് നിങ്ങളായിരുന്നില്ല കാസ്റ്റ് ചെയ്തത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. വേറെ ഒരാളെ വെച്ചിട്ടായിരുന്നു ഇവർ പ്ലാൻ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സുരഭി ഈ സീരിയലിലേക്ക് ഇതാവുകയും ചെയ്തത്. ഇതിന് ശേഷം നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് പവിത്രം തുടങ്ങി പോയിക്കൊണ്ടിരിക്കുന്നതിന് ശേഷം കേട്ട ഒരു വാർത്തയാണ് സുരഭി നിർത്തുകയാണ്, ഇനി വേറൊരാള് ഈ ഒരു വേദയായിട്ട് പുതിയതായിട്ട് വേറൊരാള് വരാൻ പോണൂന്നൊക്കെ. ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഈ പറഞ്ഞതില് സത്യം? ഒന്നുമില്ല ചേച്ചി, ഞാനും വായിച്ചു. ഞാൻ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടുണ്ട്. നമ്മളന്ന് ഷൂട്ട് ചെയ്യായിരുന്നു അമ്പലത്തിലെ സീക്വൻസ് ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് കാണുന്നത്. അപ്പൊ പെട്ടെന്ന് അത് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പിന്നെ ഞാൻ തന്നെ പറഞ്ഞു ഒരു പോസ്റ്റ് ഇട്ടോ. ബിക്കോസ് ഒത്തിരി പേര് മെസ്സേജ് അയച്ചോണ്ടിരിക്കുക നമുക്ക്. ബിക്കോസ് ഒന്ന് ഇഷ്ടപ്പെട്ട് വന്ന് തുടങ്ങിയപ്പോ അങ്ങനെ മാറി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എല്ലാ കാര്യത്തിലും നെഗറ്റീവ് ഉണ്ടാക്കാൻ കുറെ ആളുകൾ ചിലപ്പോ ഉണ്ടാവും. അപ്പൊ ചിലപ്പോ അതുകൊണ്ടായിരിക്കും, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അല്ലെങ്കിൽ ചിലപ്പോ അവർക്ക് അതൊരു ന്യൂസ് ആയിട്ട് മേ ബി അതിൽ വ്യൂവർഷിപ്പ് കിട്ടും എന്ന് പറഞ്ഞ് ചാനൽസ് ചെയ്തതായിരിക്കോ ആവണം. ബിക്കോസ് അതിലൊരു സത്യം ഫേക്ക് ന്യൂസ് ആണെന്ന് അവർക്ക് അറിയാം, അത് ഇടുന്നവർക്കേ അറിയാം ഫേക്ക് ന്യൂസ് ആണെന്ന്. കാരണം അങ്ങനെ ഒരു സീരിയലിന്റെ ഇൻഹൗസിൽ നിന്ന് കളിക്കുന്ന ഒരു പ്ലേ ആണോ? അല്ല.
നമുക്ക് അങ്ങനെ ഒരു നമ്മൾ അതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് പോലില്ല. അപ്പൊ ഇങ്ങനെ ഇത്തരത്തിൽ നെഗറ്റീവ് കമന്റ്സ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാർ അങ്ങനെ ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കാണുണ്ടായിട്ടുണ്ടോ? ഇല്ല ചേച്ചി, അത് ബേസിക്കലി എന്തെന്ന് വെച്ചാല് ഇപ്പം ഒരു അങ്ങനെ പോപ്പുലാരിറ്റി വരുമ്പോ അത് ആ പോപ്പുലാരിറ്റി ഡിം ആക്കാൻ വേണ്ടി ശ്രമിച്ചതാണോ അതോ അതായത് അതിന്റെ അടിയിൽ കുറെ കമന്റുകളൊക്കെ അന്ന് നമ്മൾ കണ്ടു, ഇനി ഞങ്ങൾ ആരും ഈ സീരിയൽ കാണില്ല, വേദയും മാറ്റി ഞങ്ങൾ ഈ സീരിയൽ കാണില്ല. അപ്പൊ എന്താ വെച്ചാൽ അങ്ങനെ ഒരു നമ്മുടെ കമന്റ് ബോക്സ് ഫുള്ള് പോസിറ്റീവായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും തോന്നിയൊരു തമാശയായിരിക്കാം, നമ്മളത് തമാശയായിട്ട് തന്നെ വിട്ടു. നിങ്ങളത് ആരാണ് അത് ആ പോസ്റ്റ് എഴുതിയത് ഒന്നും നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടില്ല? ബോധേടല്ല. ഇല്ല, ഞങ്ങൾക്ക് എന്താന്നറിയില്ല, ഞങ്ങൾക്ക് അതിന്റെ പിന്നിൽ ഒന്ന് പോയി അന്വേഷിക്കണം എന്ന് തോന്നി. ഇത് ആരാണ് സുരഭിക്ക് എഗെയിൻസ്റ്റ് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടെന്ന് അറിയാമോ? ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ആളെ കണക്ട് ചെയ്ത് തരാം. ഒരു പാവം പയ്യനാണ്, അതുൽ എന്നാണ് പേര് അവന്റെ. അവൻ എന്തിനാണ് ഇങ്ങനെ ഇട്ടതെന്നുള്ളത് സുരഭി വേണം നേരിട്ട് ചോദിച്ചോളൂ. ഞാൻ ആളെ കണക്ട് ചെയ്ത് തരാം. നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാമോ? ആണോ? ഞങ്ങൾ കണ്ടുപിടിച്ചു ആരാന്ന്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയാലും അതെ, ചോദിച്ചോ അപ്പൊ നേരിട്ട്. പക്ഷെ വളരെ പാവം പയ്യനാട്ടോ, സംസാരിക്കുമ്പോ വളരെ ഹലോ നമുക്കൊക്കെ ഇങ്ങനെ ഇരിക്കാം. പക്ഷെ അവൻ ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് എന്തിനാ? അവന് സുരഭിനെ അറിയ പോലും ഇല്ല. ഞങ്ങൾ ചോദിച്ചു, സുരഭിനെ അറിയില്ല, ഒന്നും അറിയില്ല, പക്ഷെ എന്തിനാ അവരെങ്ങനെ എഴുതണേ ചോദിച്ചു നോക്കെ കൈയോടെ. ഇതിപ്പോ ഫോൺ എടുക്കണില്ലല്ലോ. ഹലോ ഹലോ അതുൽ, അതുൽ അല്ലേ? ഓക്കെ അതുൽ, ഞാൻ വേറൊരാൾക്ക് ഫോൺ കൊടുക്കാം. ഓക്കെ അല്ല എന്നാലും ചോദിക്കണല്ലോ സത്യം എന്താണ്. ഹലോ അതുൽ, ഞാൻ സുരഭിയാണ്, പവിത്രത്തില് വേദ എന്ന ക്യാരക്ടർ ചെയ്യുന്ന സുരഭി. അപ്പൊ ഞാനൊരു കാര്യം കേട്ടു, ഇങ്ങനെ ഞാൻ പോകുന്നു എന്നുള്ള ന്യൂസ് ഉണ്ടാക്കിയത് അതുലാണെന്ന്. ഓക്കെ, നോ പ്രോബ്ലം. അല്ല വൈകി സുഹൃത്തിന് എവിടുന്നാ അങ്ങനെ ന്യൂസ് കിട്ടിയാ ഞാൻ പോകുന്നു? മലയാളത്തിൽ ഏഷ്യാനെറ്റിൽ സൂപ്പർ ഹിറ്റായി ഓടിയ സീരിയലാണ് വിക്രം വേദ. വിക്രമിന്റെയും വേദയുടെയും പ്രണയകഥയാണ് ഇത്. ആദ്യമൊക്കെ ഒരു വില്ലനും നായികയുമാണ് ഇതിൽ തോന്നിയിരുന്നെങ്കിൽ പിന്നീട് വിക്രവും വേദയും എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടുകയായിരുന്നു. ആദ്യമൊക്കെ നെഗറ്റീവ് റിവ്യൂ നേടിയ സീരിയൽ പിന്നീട് വളരെ പോസിറ്റീവായ പ്രേക്ഷക പ്രീതിയോടെ മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴിതാ വിക്രം വേദ അവസാനിച്ചിട്ട് കുറച്ചു നാളുകളായി. എന്നാൽ ഇപ്പോൾ വിക്രം വേദ പിന്നെയും പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും പുതിയ കഥയിലുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് എത്തുന്നത്. ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന സീരിയലാണ് വിക്രം വേദ. വിക്രം വേദ എന്നല്ല ശരിക്കും പറഞ്ഞാൽ സീരിയലിന്റെ യഥാർത്ഥ പേര്, പവിത്രം എന്നാണ്. ഇതിലെ നായകനും നായികയുമാണ് വിക്രവും വേദയും. ഈ പേരുകളാണ് ഇവർക്ക് സീരിയലിനും വന്നു ചേർന്നത്. ഒരു മലയാള ഭാഷ റൊമാൻറ്റിക് ത്രില്ലർ ഡ്രാമ ടെലിവിഷൻ പരമ്പരയായിട്ടാണ് പവിത്രം എത്തിയത്. സുനിൽ കാര്യാട്ടുകരയാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ബംഗാളി പരമ്പരയായ ഖേലാ ഖോറിന്റെ ഔദ്യോഗിക പുനർനിർമ്മാണമാണിത്. സുരഭി സന്തോഷ്, ശ്രീകാന്ത് ശശികുമാർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. 2024 ഡിസംബർ 16 ഏഷ്യാനെറ്റിലാണ് ഈ പരമ്പരയുടെ സംപ്രേക്ഷണം തുടങ്ങിയത്. പരമ്പരയുടെ ശീർഷക ഗാനം ആലപിച്ചത് അന്ന് ചിത്രയായിരുന്നു. ആദ്യമൊക്കെ വില്ലനും നായികയും ഒക്കെ ആയിരുന്നു. കാരണം വിക്രവും വേദയും തമ്മിലുള്ള ശത്രുതയും പിന്നീട് ഇവരുടെ ഇണക്കവും പിണക്കവും പ്രണയവും എല്ലാം പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചതാണ്. അവസാന ഘട്ടത്തിൽ വിക്രവും വേദയും പിരിയുന്നൊരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. ആ സമയത്താണ് വിക്രം വേദയോടുള്ള തന്റെ സ്നേഹം എത്രത്തോളം കടുത്തതായിരുന്നു എന്ന് സ്വയം തിരിച്ചറിഞ്ഞത്. ആ ഒരു ഘട്ടം കൂടിയായിരുന്നു. ഇങ്ങനെ പോകുന്ന ഒരു ട്രാക്കായിരുന്നു പവിത്രം. പ്രേക്ഷകരെ സംബന്ധിച്ച് സങ്കടവും സന്തോഷവും എല്ലാം നിറഞ്ഞതായിരുന്നു. വാക്കുകൾക്കപ്പുറമുള്ള നന്ദി അറിയിച്ചുകൊണ്ടാണ് വിക്രവും വേദയും ഈ പരമ്പരയ്ക്ക് അവസാനമിട്ടത്. എന്തായാലും വിക്രവും വേദയും ഈ പരമ്പരയുമായി ഇപ്പോൾ വീണ്ടും എത്തുകയാണ്. എന്നാൽ വിക്രത്തിന്റെയും വേദിയുടെയും ഈശത്തിലെത്തുന്നത് ഷാനവാസും സ്വാസ്തികയുമാണെന്നാണ് വിവരം. സ്വാസ്തികയും ഷാനവാസും തമ്മിലുള്ള കോംബോ പറയേണ്ട ആവശ്യമില്ല. സീതയിലെ കോംബോ നമ്മൾ നോക്കിയാൽ മതി. സീതയും രാവണനും, അതായത് ഷാനവാസും സ്വാസികയും വീണ്ടും ഒരു വേഷത്തിൽ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് വിക്രവും വേദയുമായിട്ട്.